ഉഷാറായില്ലേ? ഹേമന്ത് ഭായിക്ക് നമ്മുടെ വക ഫ്രീ. തൽക്കാലം ആഘോഷം ഇവിടെ നിൽക്കട്ടെ. എന്നിട്ട് എൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കണം. എന്നെ ഇവിടെ നിന്ന് വൃത്തിയായിട്ട് പറഞ്ഞേക്ക. എന്നിട്ട് ഗാനമേളയെ തിരുവാതിരക്കളിയോ കോൽക്കളിയോ എന്താ ചായ്ക്കോ. നാളെ അങ്ങോട്ട് പൂവലെത്തും. മാവൂർ റോട്ടിൽ 4.5 കോടിയുടെ സ്വത്തുക്കൾ. അക്കാര്യം പറഞ്ഞു തരാനല്ലേ? താൻ കേസി തോറ്റവരും താൻ അറിയുന്നതിന് മുമ്പ് ഞാൻ അറിഞ്ഞു ഭായി. ഞാനാരാ വിളവൻ. പക്ഷെ താനത് ആരെ അറിയിക്കാതെ 10-25 ലക്ഷം രൂപ എന്നെ പറ്റിച്ച് മോളെ കല്യാണം നടത്തി 4-5 ഹിന്ദിയും പറഞ്ഞ് എന്റെ മുമ്പിൽ കൈമലർത്താൻ തീരുമാനിച്ചു. അത് നടക്കൂല ഭായി. എല്ലാരെയും മുമ്പിൽ വെച്ച് എന്റെ കാശെണ്ണി തരിക, ഞാൻ ഇവിടെ നിന്ന് പോവുക. ചേട്ടന്മാരെ, മൂടുപോയ ബക്കറ്റിൽ വെള്ളം കോരുന്ന പിരാന്തന്മാരാ നിങ്ങളിപ്പോ. ഈ ഹേമന്ത് കൂമന്ത് ഗുജറാത്തി ബായി ഉണ്ടല്ലോ, 1-ാം നമ്പർ കള്ളനാ. ചോർ 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 അല്ലടോ. എടോ, മക്കളെ പറ്റിക്കാം, മകളെ കെട്ടാൻ പോകുന്ന ചെക്കനെയും കുടുംബക്കാരെയും നാട്ടുകാരെയും പറ്റിക്കാം. പക്ഷെ പുരുഷോത്തമനെ ഇനി പറ്റിക്കല്ലേ പ്ലീസ്. എന്താ നിങ്ങളുടെ പ്രശ്നം? എടോ പിയാപ്പിളവായി, പെണ്ണ് കെട്ടാൻ പോണ മാഞ്ഞാളത്തിലാ താനിപ്പോ. ലച്ചം 10-25 ലക്ഷം ഉറുപ്പിക തന്റെ അമ്മായി അപ്പനാകാൻ പോകുന്ന ഈ കള്ളൻ എനിക്ക് തരാനുണ്ട്, മുതലും പലിശയായിട്ട്. വാങ്ങി തിന്നോർക്ക് കണക്കില്ലെങ്കിലും തന്നോർക്ക് കണക്കുണ്ടാവണം. പൈസയാണേ പൈസ, പണം. പണത്തിന് മീതെ പരുന്തും പറക്കൂല. പക്ഷേ ഈ പരുന്ന് പറക്കും, പറന്നിറങ്ങും. പുരുഷോത്തമൻ, പരുന്ത് പുരുഷോത്തമൻ ഇപ്പൊ തരണം. ഏൽക്കോ? പറ്റുമെങ്കിൽ പൈസ എടുത്തോ. പുരുഷോത്തമ സ്ഥലം കാലിയാക്കാം. എന്താ ഇത്? തോറ്റു. ശരിയാ, തോറ്റു. എന്നാ പിന്നെ ഞങ്ങളോട് എന്തിനാ ഇമ്മാതിരി ഒരു ചതി ചെയ്തത്? ചോദിക്ക്. നിങ്ങളൊക്കെ വലിയ ഗാനമേളക്കാരല്ലേ? തമ്മിൽ അറിഞ്ഞിരിക്കുന്നത് നല്ലതാ ഭാവിക്ക്. യു ഷട്ട് അപ്പ്. കുടാണ്ടേ, ഇംഗ്ലീഷിന്റെ ട്യൂഷൻ നമുക്ക് പിന്നെ. എന്നെ ചൊറിഞ്ഞാലുണ്ടല്ലോ തന്റെ ഞാൻ. എന്റെ ഏട്ടനെ തൊട്ടാലോ. നാളെ കാലത്ത് 10 മണിക്ക് എനിക്ക് തരാനുള്ള കാശുമായിട്ട് താൻ എന്റെ ഓഫീസിൽ വന്നിരിക്കണം. ഇല്ലെങ്കിൽ താൻ എനിക്ക് പണയം വെച്ച വീടും സ്ഥലവും പിന്നെ പുരുഷോത്തമന്റെയാ. പിന്നെ താൻ എവിടെ കിടക്കണം, തന്റെ സുന്ദരി കോതമാരെ മക്കൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ കിടക്കണമെന്നോ ഞാൻ തീരുമാനിക്കും. ക്ഷമിക്കണം, ദൈവത്തെ ഓർത്ത് എന്നോട് പൊറുക്കണം. കാലക്കടിന മൃഗത്തിന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് ഞാൻ പലിശക്കെടുത്തിരുന്നു. കൊടുത്തു തീർക്കാൻ പറ്റിയില്ല. കേസ് ഈ വീടും സ്ഥലവും വിറ്റിട്ടായാലും അവന്റെ കടം ഞാൻ തീർക്കും. നമുക്ക് നമ്മുടെ ബന്ധത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. വരൂ, ഡിന്നർ കഴിക്കാം. മറ്റൊക്കെ മറക്കാം. തൽക്കാലം ഇവിടെ വെച്ച് നമുക്ക് എല്ലാം കൂടെ മറക്കാം. ഇങ്ങനൊരു ആലോചന നടന്നിട്ടില്ല, ഇങ്ങനൊരു കല്യാണ നിശ്ചയം ഉണ്ടായിട്ടുമില്ല. ഇനി അതിന്റെ പേരും പറഞ്ഞ് ഒരു തുള്ളി വെള്ളം പോലും ആരും ഇവിടുന്ന് കുടിക്കാൻ വേണ്ട. ഒക്കെ അങ്ങോട്ട് മറക്കാം. വിനീത്, വാ പോവാം. ഒന്ന് വണ്ടി കയറി. നിന്നോടാ പറഞ്ഞ വരാൻ. പെണ്ണ് കെട്ടാൻ കണ്ടൊരു കുടുംബം. ഏട്ടൻ പറഞ്ഞിട്ട് നിനക്കെന്തോ ഒരു അനക്കമില്ലാത്തത്? അതല്ല, ഈ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത വണ്ടിക്ക് തല വെച്ച് അടങ്ങുന്നുണ്ടെങ്കിൽ പിന്നെ ആ വഴിക്ക് വന്നു പോരുത്. അവിടെ ഇങ്ങനെ ഒരു ഏട്ടനില്ല, അമ്മയില്ല, ആ വീടുമില്ല.
എല്ലാവരും സ്നേഹിക്കുന്നത് അവനവന്റെ ജീവിതത്തിലെ ഇഷ്ടങ്ങളെയാ. വിനീതന് നല്ലൊരു ജീവിത ഇഷ്ടം. അയാൾക്ക് അതുണ്ടാവട്ടെ. എന്താ അച്ഛൻ കാണിച്ചത്? എന്നാ പിന്നെ ഞങ്ങളെ കൂടെ വിളിക്കായിരുന്നില്ലേ അച്ഛന്? പോകായിരുന്നില്ലേ ഒരുമിച്ച്? എന്തിനാ? ആരാ നിങ്ങളൊക്കെ? അച്ഛാ, ഞാൻ രാഖിയ. ആരാ? ഈശ്വര, നമുക്കൊന്നും പറ്റിയിട്ടില്ല അച്ഛ. അച്ഛനുള്ളപ്പോ ഞങ്ങൾക്ക് എന്താ പേടിക്കാനുള്ളത്? ശല്യക്കാരാ, ഒക്കെ ശല്യക്കാരാ. എനിക്ക് ഉറങ്ങണം. അച്ഛാ, അച്ഛാ, ശല്യങ്ങൾ ഭൂമിയിൽ നിർത്തിയില്ല, സ്വർഗത്തിലേക്ക് നടത്തുകയില്ല. അച്ഛാ, ചേച്ചി, $25 ലക്ഷം. ഞാൻ സഹായിച്ചാൽ തന്നെ എനിക്കിങ്ങനെ തിരിച്ചു തരും. മാസാമാസം ഇൻട്രസ്റ്റ് തരാനൊക്കെ. കേസ് അപ്പീല് പോയാൽ ജയിക്കാനും മാവൂർ റോഡിലെ ആ സ്ഥലം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള സാധ്യത ഇപ്പോഴുണ്ട്. പുരുഷോത്തമന്റെ ആധാരം തിരിച്ചെടുക്കാനുള്ള വഴി ഞാൻ ഏർപ്പാട് ചെയ്യാം. അവന്റെ അലമാരിലിരിക്കുന്ന ആധാരം എന്റെ അലമാരിലെത്തിയോണ്ട് മാത്രം കാര്യമില്ല. വിൽക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ വിറ്റിട്ടോ കേസ് ജയിച്ചിട്ടോ അതെന്റെ നിന്ന് വാങ്ങി നിങ്ങളുടെ അലമാരിയിൽ എത്തണം. പലിശനത്തിലൊരു ചെറിയ ഇളവ് വരുത്താം. എന്റെ വീട്ടിൽ വന്ന് നിങ്ങൾ 2 പെൺകുട്ടികൾ ഒരു സഹായം ആവശ്യപ്പെടുമ്പോ അതും റാഞ്ചാ നിൽക്കുന്ന പരുന്നിന്റെ കയ്യിൽ നിന്ന് ഞാൻ സഹായിക്കണ്ടേ? നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോ, ഞാൻ ഉണ്ട് കൂടെ. രാജാ, എന്തോ ഈ കുട്ടികളെ അവരുടെ വീട്ടിൽ കൊണ്ടാക്കാം. ആ